മോഡൽ ഓർഗാനിസംസ് ഫോർ എപ്പിജീനിക് റിസർച്ച്. എപ്പിജെനറ്റിക്സ് എന്ന് പറയുന്ന പർട്ടിക്കുലർ ഫീൽഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സയൻറ്റിസ്റ്റുകൾ പലതരത്തിലുള്ള മോഡൽ ഓർഗാനിസംസിനെ കൺസിഡർ ചെയ്യുകയുണ്ടായി. അതായത് പലതരത്തിലുള്ള ഓർഗാനിസംസിലെ എപ്പിജീനിക് മെക്കാനിസംസ് അവർ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തു. അപ്പോൾ ഈ കോണ്ടെസ്റ്റിൽ മോഡൽ ഓർഗാനിസംസ് ഫോർ എപ്പിജീനിക് റിസർച്ചിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ തരത്തിലുള്ള ഓർഗാനിസംസ് ആണ് എപ്പിജീനിക് മെക്കാനിസംസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള റിസർച്ചിൽ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. The current concept of epigenetics is derived from observations of several model species ranging from unicellular fungi to mammals. അപ്പോൾ മോഡൽ ഓർഗാനിസംസ് ആയിട്ട് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള യൂണിസെല്ലുലാർ ഫഞ്ചൈ തൊട്ട് പിന്നെ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഹയർ ഗ്രേഡ് മാമൽസ് വരെ വരുന്നു. Each model organism offers a different advantage and all are important for learning about the processes and mechanisms involved in epigenetic regulation. അപ്പോൾ ഒരു പർട്ടിക്കുലർ ജീനിൻ്റെ ജനറ്റിക് മേക്കപ്പിൽ ചേഞ്ച് ഉണ്ടാകാതെ തന്നെ എക്സ്പ്രഷനിൽ എപ്പിജനറ്റിക് മെക്കാനിസംസ് വഴി എങ്ങനെ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് ഈ ഓരോ ഓർഗാനിസത്തിൽ പഠിക്കുന്നത് കൊണ്ട് പലതരത്തിലുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. ഓരോ ഓർഗാനിസത്തിലും എപ്പിജനറ്റിക് മെക്കാനിസംസ് നടക്കുന്നത് പല രീതിയിലായിരിക്കും. അപ്പോൾ ഓരോന്നിനെയും സ്റ്റഡി ചെയ്യുമ്പോഴേക്കിന് എപ്പിജനറ്റിക്സ് എന്താണെന്നുള്ള കാര്യം കുറച്ചുകൂടെ ക്ലിയർ ആവും. ഓക്കെ, ഇപ്പം സയൻറ്റിസ്റ്റുകൾ സാധാരണ രീതിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പിജനറ്റിക്സിന് വേണ്ടിയിട്ട് മോഡൽ ഓർഗാനിസംസ് ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത് രണ്ട് ഓർഗാനിസത്തിനെയാണ്. ഒന്നാമത്തേതാണ് സക്കാറോമൈസിസ് സെർവീസിയെ എന്ന് പറയുന്ന ഫംഗസ്, രണ്ടാമത്തേതാണ് ഡ്രോസോഫില മെലനോഗാസ്റ്റർ എന്ന് പറയുന്ന ഇൻസെക്റ്റ്. അപ്പോൾ ആദ്യമേ നമുക്ക് എപ്പിജനറ്റിക്സ് ഇൻ സക്കാറോമൈസിസ് സെർവീസിയെ എക്സ്പ്ലെയിൻ ചെയ്യാം. The yeast Saccharomyces cerevisiae is a simple single-celled eukaryote with both a diploid and haploid mode of existence. അപ്പോൾ സക്കാറോമൈസിസ് സെർവീസിയെ രണ്ട് രീതിയിൽ എക്സിസ്റ്റ് ചെയ്യും. അതായത് ഹാപ്ലോയിഡ് സെൽസ് ആയിട്ടും ഡിപ്ലോയിഡ് സെൽസ് ആയിട്ടും. ഓക്കെ, ഹാപ്ലോയിഡ് സെൽസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഫോംസിനെ എ ടൈപ്പ് എന്നും ആൽഫ ടൈപ്പ് എന്നും വിളിക്കും. അല്ലെങ്കിൽ എ മീറ്റിംഗ് ടൈപ്പ്, ദെൻ ആൽഫ മീറ്റിംഗ് ടൈപ്പ്. ഈ എയും ആൽഫയും കൂടെ യുണൈറ്റ് ചെയ്ത് ഉണ്ടാകുന്നതാണ് ഡിപ്ലോയിഡ് ആയിട്ടുള്ള അതിൻ്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ എ ടൈപ്പ്, ആൽഫ ടൈപ്പ് ഹാപ്ലോയിഡ് സക്കാറോമൈസിസ് സെർവീസിയെ സെൽസ് ആണ്. ദ മീറ്റിംഗ് ഓഫ് ഈസ്റ്റ് ഓൺലി ഒക്കേഴ്സ് ബിറ്റ്വീൻ ഹാപ്ലോയിഡ്സ്. അപ്പോൾ ഈ ഹാപ്ലോയിഡ്സ് തമ്മിലാണ് മീറ്റിംഗ് നടക്കുന്നത്. ഇവ തമ്മിൽ യുണൈറ്റ് ചെയ്ത് ഉണ്ടാകുന്നതാണ് ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഈസ്റ്റ് വെറൈറ്റി, ഈസ്റ്റിൻ്റെ സെൽ ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ മീറ്റിംഗ് എന്ന് പറയുന്നത് എ മേറ്റ്സ് വിത്ത് ആൽഫ ഓർ ആൽഫ മേറ്റ്സ് വിത്ത് എ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അപ്പം ഈ എയും ആൽഫയും നമുക്ക് ഡിഫറെൻറ്റ് സെക്സ് ആയിട്ട് അല്ലെങ്കിൽ ജെൻഡർ ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. കാരണം ഇവ പരസ്പരം യുണൈറ്റ് ചെയ്തിട്ടാണ് എന്തുണ്ടാകുന്നത്, ഡിപ്ലോയിഡ് ആയിട്ടുള്ള ആ സെൽ ടൈപ്പ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ എ എപ്പോഴും ആൽഫയായിട്ട് മീറ്റ് ചെയ്യും, അല്ലെങ്കിൽ ആൽഫ എപ്പോഴും എയുമായിട്ടും മീറ്റ് ചെയ്യത്തുള്ളൂ. അതായത് എ ടു എ മീറ്റിംഗ് നടക്കത്തില്ല, ആൽഫ ടു ആൽഫ മീറ്റിംഗ് നടക്കത്തില്ല. അപ്പോൾ ഒരു ഹെട്രോസൈഗസ് ആയിട്ടുള്ളൊരു കണ്ടീഷൻ എവിടെ വരും, ഡിപ്ലോയിഡ് സെല്ലിൽ വരും. അതിൻ്റെ എക്സിസ്റ്റൻസ് എങ്ങനെയാണ്, എ ആൽഫ എന്ന് പറയുന്ന എക്സിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇതൊരു സെക്ഷുവൽ ഡിഫറൻസിയേഷന് എക്സാമ്പിളാണ് എ ടൈപ്പും ആൽഫ ടൈപ്പ് എന്ന് പറയുന്നത്. അത് രണ്ട് ജെൻഡറായിട്ട് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ടു ഹാപ്ലോയിഡ് ഈസ്റ്റ് ഓഫ് ഓപ്പോസിറ്റ് മീറ്റിംഗ് ടൈപ്സ് സെക്രീറ്റ് ഫിറോമോൺസ്, ഗ്രോ, പ്രൊജക്ഷൻസ് ആൻഡ് മീറ്റ്. അപ്പോൾ അതിൻ്റെ മീറ്റിംഗ് പ്രോസസ്സാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അവ പലതരത്തിലുള്ള കെമിക്കൽ സബ്സ്റ്റൻസിനെയും റിലീസ് ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ സർഫസിൽ കുറേ പ്രൊജക്ഷൻസ് ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ പരസ്പരം സെൽസ് രണ്ടും യുണൈറ്റ് ചെയ്തിട്ട് ആ ഒരു സിംഗിൾ സെല്ലായിട്ട് മാറും. അതിനകത്തുള്ള ജനറ്റിക് മെറ്റീരിയൽ അപ്പോൾ ഡിപ്ലോയിഡ് നേച്ചറിലേക്ക് വരുമെന്നുള്ളതാണ്. ഇനി ഇത് ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഫോമിനകത്ത് മിയോസിസ് ഉണ്ട്. അതായത് ഈ ഫൈനൽ പ്രൊഡക്റ്റിനകത്ത് മിയോസിസ് സംഭവിക്കും. മിയോസിസ് സംഭവിച്ച് അതിനകത്ത് എ ടൈപ്പും ആൽഫ ടൈപ്പും ഉണ്ടാകും.
ഈ എ ടൈപ്പും ആൽഫ ടൈപ്പും ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനകത്ത് പിന്നീട് ഫർദർ മിയോസിസ് ഒന്നും നടക്കില്ല. അവ ജസ്റ്റ് മൈറ്റോസിസിന് വിധേയമായിട്ട് ഡിവൈഡ് ചെയ്ത് പോവുകയുള്ളൂ. ഓക്കെ, അപ്പം എയും ആൽഫയും കൂടെ ഫിറോമോൺസും പ്രൊജക്ഷൻസും ഒക്കെ സെക്രീറ്റ് ചെയ്ത് അവ പരസ്പരം എന്ത് ചെയ്യുന്നു, യുണൈറ്റ് ചെയ്തിട്ട് ഡിപ്ലോയിഡ് സെല്ലായിട്ട് കൺവേർട്ടഡ് ആവും. ഈ ഡിപ്ലോയിഡ് സെല്ലിനകത്ത് റിഡക്ഷൻ ഡിവിഷൻ മിയോസിസ് നടന്ന് പിന്നീട് അതിൽ നിന്ന് എയും ആൽഫയും റീക്രിയേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പം ഈ സക്കാറോമൈസിസ് സെർവീസിയയിലുള്ള എപ്പിജീനിക് മെക്കാനിസം എന്ന് പറയുന്നത് മേറ്റിംഗ് ടൈപ്പ് സ്വിച്ചിങ് ആണ്. അതായത് ഇതിൻ്റെ ഒരു പർട്ടിക്കുലർ സെല്ല് എ ടൈപ്പ് ആണെങ്കിൽ ആ എ ടൈപ്പ് ആൽഫ ആയിട്ട് മാറുന്ന പ്രോസസ്സ്, അല്ലെങ്കിൽ ആൽഫ തിരിച്ച് എ ടൈപ്പ് ആയിട്ട് മാറുന്ന പ്രോസസ്സാണ് മേറ്റിംഗ് ടൈപ്പ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. ദ മേറ്റിംഗ് ടൈപ്പ് ദാറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ബൈ particular cell is controlled by mating type locus mat situated on the chromosome 3. അപ്പോൾ ഇതിൻ്റെ ക്രോമസോം നമ്പർ 3-കകത്ത് തേർഡ് ക്രോമസോമിനകത്ത് മേറ്റിംഗ് ടൈപ്പ് ലോക്കസ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഉണ്ട്. ആ ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ആണ് ഇതിൻ്റെ മേറ്റിംഗ് ടൈപ്പിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, genetic information in this locus specifies the mating types as either A or alpha. അപ്പം എ മേറ്റിംഗ് ടൈപ്പ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മീറ്റിംഗ് ടൈപ്പ് ലോക്കസിൽ ഒരു സീക്വൻസ് ഉണ്ടായിരിക്കും. ആൽഫയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടും മീറ്റിംഗ് ടൈപ്പ് ലോക്കസിൽ ഒരു സീക്വൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, thus the mat locus has two alleles, the mat A and mat alpha. അപ്പം മാറ്റ് ലോക്കസിന് രണ്ട് വകഭേദങ്ങളാണുള്ളത്. അവിടെ രണ്ട് തരത്തിലുള്ള സീക്വൻസസ് വരും. ഒന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് എ ആയിരിക്കും, അതിനെ എന്ത് വിളിക്കും, മാറ്റ് എ എന്ന് വിളിക്കും. ഒരെണ്ണം ഡിറ്റർമൈൻ ചെയ്യുന്നത് ആൽഫ ആയിരിക്കും, അതിനെ മാറ്റ് ആൽഫ എന്ന് വിളിക്കും. കോളനീസ് ഗ്രോൺ ഫ്രം എ സിംഗിൾ സെൽ എക്സ്പ്രസസ് ദ സെയിം മീറ്റിംഗ് ടൈപ്പ് ഇൻഫർമേഷൻ. അതായത് മാറ്റേ ഉള്ള ഒരു സെല്ല്, അതിൻ്റെ മീറ്റിംഗ് ടൈപ്പ് എന്ന് പറയുന്നത് എ ടൈപ്പ് ആയിരിക്കും. ആ എ ടൈപ്പ് സെല്ലിൽ നിന്നുണ്ടാകുന്ന പ്രോജനീസ് എല്ലാം ഏതായിരിക്കും, എ ടൈപ്പ് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് എന്താ ആൽഫ ടൈപ്പിൻ്റെയും പ്രത്യേകത. However, the haploid cells can switch its mating type from A to alpha and vice versa. This phenomenon is called mating type switching. Okay, അപ്പോൾ ഈ ഹാപ്ലോയിഡ് സെൽസിന് ഓരോ മീറ്റിംഗ് ടൈപ്പിനും അതിൻ്റെ ഒറിജിനൽ കോൺഫിഗറേഷനിൽ നിന്ന് മാറാനുള്ള, സ്വിച്ച് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. എയിൽ നിന്ന് ആൽഫയാകാനും ആൽഫ തിരിച്ച് എ ആകാനുമുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ആ ഫിനോമിനനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മീറ്റിംഗ് ടൈപ്പ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. ഇപ്പം രണ്ട് തരത്തിലുള്ള മീറ്റിംഗ് ടൈപ്പാണുള്ളത്, എയും ആൽഫയും. എ ആൽഫയായിട്ട് കൺവേർട്ടഡ് ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആൽഫ തിരിച്ച് എ ആയിട്ട് കൺവേർട്ടഡ് ആവുകയാണെങ്കിൽ അതിനെ എന്ത് വിളിക്കും, മീറ്റിംഗ് ടൈപ്പ് സ്വിച്ചിങ് എന്ന് വിളിക്കും. ഓക്കെ, ഇപ്പോൾ എപ്പിജീനിക് ആയിട്ടുള്ള മെക്കാനിസംസ് വഴിയാണ് മീറ്റിംഗ് ടൈപ്പ് സ്വിച്ചിങ് നടക്കുന്നത്. ഇപ്പം മാറ്റ് ലോക്കസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു. ഈ മാറ്റ് ലോക്കസിൻ്റെ രണ്ട് സൈഡിലും at some distance on either side of the mat locus there are DNA segments called silent mating type cassettes that contain extra information for mating types. അതായത് മാറ്റ് ലോക്കസിൻ്റെ രണ്ട് സൈഡിലും ഏകദേശം ഒരേ ഡിസ്റ്റൻസിൽ കുറേ DNA സെഗ്മെൻറ്റ്സ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് സൈലൻറ്റ് മീറ്റിംഗ് ടൈപ്പ് കാസറ്റ്സ്. ഈ സൈലൻറ്റ് മീറ്റിംഗ് ടൈപ്പ് കാസറ്റ്സിന് ഈ മീറ്റിംഗ് ടൈപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടായിരിക്കും. ദ സെഗ്മെൻറ്റ്സ് ഓർ കാസറ്റ് ഓൺ ദ ലെഫ്റ്റ് ഡിനോട്ട്സ് HML alpha contain information for the alpha mating type. ലെഫ്റ്റ് സൈഡിലുള്ള, അതായത് മാറ്റ് ലോക്കസിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ആ പർട്ടിക്കുലർ സൈലൻറ്റ് മീറ്റിംഗ് ടൈപ്പ് കാസറ്റിനെ വിളിക്കുന്ന പേരാണ് HML ആൽഫ. ആ HML ആൽഫയിലുള്ള ജനറ്റിക് ഇൻഫർമേഷൻ ഏതിനു വേണ്ടിയിട്ടുള്ളതായിരിക്കും, ആൽഫ മീറ്റിംഗ് ടൈപ്പിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. ദ കാസറ്റ് ഓൺ ദ റൈറ്റ് ഡിനോട്ട്സ് HMR A contain information for the A mating type. ഇപ്പോൾ റൈറ്റ് സൈഡിലുള്ളത് HMR A എന്ന് പറയുന്ന പേര് കൊണ്ടാണ്
ഇനോട്ട് ചെയ്യുന്നത് അത് എ മീറ്റിംഗ് ടൈപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈലൻറ്റ് മീറ്റിംഗ് ടൈപ്പ് കാസറ്റാണ്. ഹൗവർ ജീൻ സൈലൻസിങ് മെക്കാനിസം പ്രിവെൻറ്റ്സ് ഐദർ ഓഫ് ദീസ് കാസറ്റ്സ് ഫ്രം ബീയിങ് എക്സ്പ്രസ്ഡ്. അപ്പം ഇത് ഒരു പർട്ടിക്കുലർ മാറ്റ്ലോക്കസിൻ്റെ രണ്ട് സൈഡിൽ ഇരിക്കുകയാണെന്ന് പറഞ്ഞാൽ പോലും ഇതിന് എക്സ്പ്രസ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല. അത് സൈലൻസ്ഡ് ആയിട്ടാണ് നോർമലി എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ദസ് മീറ്റിംഗ് ടൈപ്പ് ഓഫ് എ സെൽ ഈസ് എക്സ്ക്ലൂസീവ്ലി കൺട്രോൾഡ് ബൈ ദ ജനറ്റിക് ഇൻഫർമേഷൻ ഇൻ ദ മാറ്റ് ലോക്കസ്. അപ്പോൾ സെൻട്രലിലുള്ള മാറ്റ് ലോക്കസിൽ ഏത് തരത്തിലുള്ള അല്ലീലാണോ എക്സിസ്റ്റ് ചെയ്യുന്നത് അതിനെ ആശ്രയിച്ചിരിക്കും മീറ്റിംഗ് ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് മാറ്റ് എ ആണെങ്കിൽ എ മീറ്റിംഗ് ടൈപ്പ് ആയിരിക്കും, മാറ്റ് ആൽഫ ആണെങ്കിൽ അത് ആൽഫ മീറ്റിംഗ് ടൈപ്പ് ആയിരിക്കും. ഇപ്പോൾ രണ്ട് സൈഡിലും HML ആൽഫയും HMR എയും ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അവ എന്ത് ചെയ്യുന്നില്ല, സെൻട്രലിലുള്ള മാറ്റ് ലോക്കസിലുള്ള അലീലിൻ്റെ എക്സ്പ്രഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. When the yeast cell express an endonuclease called HO endonuclease, the DNA in the mat locus can be replaced by DNA from one of the flanking cassets. അപ്പം ഒരു സ്പെഷ്യൽ ഇൻസ്റ്റൻസിൽ അതായത് ചില സമയത്ത് HO endonuclease എന്ന് പറയുന്ന ഒരു എൻഡോന്യൂക്ലിയസിനെ ഈസ്റ്റ് സെല്ല് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പം ഈ പർട്ടിക്കുലർ എൻഡോന്യൂക്ലിയസിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഈ രണ്ട് സൈഡിലുള്ള ഫ്ലാങ്കിങ് കാസറ്റ്സിലുള്ള ആ ഇൻഫർമേഷൻ എങ്ങോട്ട് കോപ്പീഡ് ആവും, മാറ്റ് ലോക്കസിലേക്ക് കോപ്പീഡ് ആവും. ഏതെങ്കിലും ഒരു കാസറ്റിൽ നിന്നുള്ള ആ ഇൻഫർമേഷൻ മാറ്റ് ലോക്കസിലേക്ക് കോപ്പീഡ് ആയി കഴിഞ്ഞാൽ മാറ്റിൽ ഏത് അല്ലീലാണോ ഉള്ളത് ആ അല്ലീൽ അവിടെ റീപ്ലേസ്ഡ് ആവും. അപ്പം ഈ ഇൻഫർമേഷൻ ഇങ്ങനെ കേട്ടിട്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒത്തിരി വറീഡ് ആകണ്ട. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയഗ്രാം ഉണ്ട്. ആ ഡയഗ്രാം ഉപയോഗിച്ച് ഇത് വളരെ ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. ഇതാണ് ആ ഡയഗ്രാം. അപ്പം നമ്മൾ പറഞ്ഞ മാറ്റ് ലോക്കസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സെൻട്രൽ പൊസിഷനിൽ കാണിച്ചിരിക്കുന്നത് മാറ്റ് ലോക്കസ്. അപ്പോൾ ഇവിടെയുള്ള അല്ലീൽ എന്ന് പറഞ്ഞാൽ ഏതാണ്, മാറ്റ് എ അല്ലീലാണ്. അപ്പം ഈ പൊസസിങ് ആയിട്ടുള്ള സെല്ല് ഏത് മീറ്റിംഗ് ടൈപ്പ് ആയിരിക്കും, എ മീറ്റിംഗ് ടൈപ്പ് ആയിരിക്കും. ഇതിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, സൈലൻറ്റ് മീറ്റിംഗ് ടൈപ്പ് കാസറ്റ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ HML ആൽഫ. അപ്പോൾ അത് ഏത് മീറ്റിംഗ് ടൈപ്പിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷനാണ് ക്യാരി ചെയ്യുന്നത്, ആൽഫ മീറ്റിംഗ് ടൈപ്പിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് ക്യാരി ചെയ്യുന്നത്. ദെൻ റൈറ്റ് സൈഡിൽ HMR എ മീറ്റിംഗ് ടൈപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് ക്യാരി ചെയ്യുന്നത്. പക്ഷേ ഈ രണ്ട് പോർഷൻസും, രണ്ട് എക്സ്ട്രീമിലുള്ള ആ ഫ്ലാങ്കിങ് പോർഷൻസ് രണ്ടും എന്താണ്, സൈലൻ്റ് ആണ്. അതായത് ഒറിജിനലായിട്ട് അവയ്ക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല. അപ്പോൾ മാറ്റ് എ ലോക്കസ് എന്ന് പറയുന്നത് ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ മീറ്റിംഗ് ടൈപ്പ് ഏതായിരിക്കും, എ മീറ്റിംഗ് ടൈപ്പ് ആയിരിക്കും. ഇവിടെ വേണമെങ്കിൽ മാറ്റ് ആൽഫയും വേണമെങ്കിൽ വരാം. പക്ഷേ ഇവിടെ കാണിച്ചിരിക്കുന്ന സെല്ലിനകത്തുള്ള സെൻട്രൽ ലോക്കസ് എന്ന് പറയുന്നത് ഏതാണ്, മീറ്റിംഗ് ടൈപ്പ് ലോക്കസ് എന്ന് പറഞ്ഞാൽ ഏതാണ്, മാറ്റ് എ ആണ്. അപ്പോൾ ഇത് എ മീറ്റിംഗ് ടൈപ്പ് ആണ്. ഓക്കെ, ഇനി ഇവിടെ സംഭവിക്കുന്നത് ഈ ലെഫ്റ്റ് സൈഡിലുള്ള HML ആൽഫയിൽ നിന്ന് ഇൻഫർമേഷൻ കോപ്പീഡ് ആയിട്ട് ഈ മാറ്റ് ലോക്കസിലേക്ക് ഇൻസേർട്ടഡ് ആകുകയാണ്. അപ്പോൾ സെൻട്രൽ പൊസിഷനിലുള്ള മാറ്റ് ലോക്കസ് മാറ്റ് എയിൽ നിന്ന് എന്തായിട്ട് മാറും, മാറ്റ് ആൽഫ ആയിട്ട് മാറും. അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ഇൻഫർമേഷനാണ് എങ്ങോട്ട് കോപ്പി ചെയ്യുന്നത്, സെൻട്രലിലേക്ക് കോപ്പി ചെയ്യുന്നത്. സെൻട്രലിലുള്ളത് മാറ്റ് എ ആണ്, ലെഫ്റ്റ് സൈഡിലുള്ളത് ആൽഫയാണ്. അപ്പോൾ ആൽഫ എയെ എന്ത് ചെയ്യും, റീപ്ലേസ് ചെയ്യും. അപ്പോൾ ഈ സെല്ലിൻ്റെ മീറ്റിംഗ് ടൈപ്പ് എയിൽ നിന്ന് ഏതായിട്ട് മാറും, ആൽഫ മീറ്റിംഗ് ടൈപ്പായിട്ട് മാറും. ഓക്കെ, ഇനി തിരിച്ച് ഇത് എ ടൈപ്പ് ആകാം. അത് എപ്പോഴാണ് സംഭവിക്കുന്നത്, റൈറ്റ് സൈഡിലുള്ള HMR എ എന്ന് പറയുന്ന ആ പോർഷൻ ആക്ടിവേറ്റഡ് ആയി അത് എന്താണ്, ഈ സെൻട്രൽ പൊസിഷനിലുള്ള മാറ്റ് ആൽഫയെ എന്ത് ചെയ്യണം, റീപ്ലേസ് ചെയ്യണം. അപ്പം മാറ്റ് എ ആയിട്ടത് മാറും. അപ്പോൾ ഇതിങ്ങനെ മറിഞ്ഞ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ മാറ്റം ഉണ്ടാവുന്നത്, മീറ്റിംഗ് ടൈപ്പ് സ്വിച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത് എപ്പോഴാണ്, ഈസ്റ്റ് സെല്ല് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എൻഡോന്യൂക്ലിയസിനെ സെക്രീറ്റ് ചെയ്യുമ്പോഴാണ്, എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ്. ആ എൻഡോന്യൂക്ലിയസിൻ്റെ പേരാണ് HO എൻഡോന്യൂക്ലിയസ്. HO എൻഡോന്യൂക്ലിയസ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ
ഈ കാസറ്റ്സിലുള്ള ഇൻഫർമേഷൻ സെൻട്രലിലേക്ക് ഇൻസേർട്ടഡ് ആകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒറിജിനലായിട്ട് സെൻട്രലിലുള്ളത് മാറ്റയാണ്. ആദ്യത്തെ ഇൻസേർഷണൽ കോപ്പിങ്ങിൽ HML ആൽഫയാണ് മാറ്റയെ റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ എയിൽ നിന്ന് മീറ്റിംഗ് ടൈപ്പിൽ നിന്ന് അത് എന്തായിട്ട് മാറും? ആൽഫ മീറ്റിംഗ് ടൈപ്പ് ആയിട്ട് മാറും. ഓക്കെ, ഇനി രണ്ടാമത്തെ ഇൻസേർഷണൽ കോപ്പിങ്ങിൽ റൈറ്റ് സൈഡിലുള്ള HMRA എന്ന് പറയുന്ന റീജിയനാണ് ആ മാറ്റ് ലോക്കസിലേക്ക് വന്ന് ഇൻസേർട്ടഡ് ആകുന്നത്. അപ്പോൾ അത് മാറ്റ് ആൽഫയിൽ നിന്ന് അത് എന്തായിട്ട് മാറും? മാറ്റ് എയിലേക്ക് മാറും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കൺവേർഷൻ എ ടൈപ്പ് ടു ആൽഫ, ദെൻ സെക്കൻഡ് കൺവേർഷൻ ആൽഫ ടു എ ടൈപ്പ് ആണ്. ഓക്കെ, സോ ഇതാണ് മീറ്റിംഗ് ടൈപ്പ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ സെൽ ടൈപ്പ് മീറ്റിംഗ് ടൈപ്പ് മാറാനുള്ള കാരണം ഏതെങ്കിലും ജനറ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ആണോ? അതായത് മാറ്റ് ലോക്കസിൻ്റെ DNA എന്തെങ്കിലും മാറ്റം വന്നോ? ഇല്ല. ഇവിടെ ജസ്റ്റ് എന്താണ് ഈ കാസറ്റ്സ് വന്ന് ഇൻസേർട്ടഡ് ആയി എന്നുള്ളത് മാത്രമാണ് ഈ മീറ്റിംഗ് ടൈപ്പ് മാറാനുള്ള കാരണമെന്ന് പറയുന്നത്. അതായത് പൊസിഷൻ ഷിഫ്റ്റിംഗ് ആണ്, അല്ലാതെ അണ്ടർലൈങ് DNAക്ക് ഒരു രീതിയിലുള്ള വേരിയേഷനും ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇതൊരു എപ്പിജീനിക് മെക്കാനിസം ആണ്. രണ്ടാമത്തെ എപ്പിജനറ്റിക് മോഡൽ ഓർഗാനിസമാണ് ഡ്രോസോഫില മെലനോഗാസ്റ്റർ. ഇപ്പോൾ ഡ്രോസോഫില മെലനോഗാസ്റ്ററിൽ എപ്പിജീനിക് മെക്കാനിസംസ് വഴി ജീൻ സൈലൻസിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ജീൻ സൈലൻസിങ് മെക്കാനിസം എങ്ങനെയാണ് ഡ്രോസോഫിലയിൽ നടക്കുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെക്കാനിസമാണ് PCG പ്രോട്ടീൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ്. PCG പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ പോളികോംബ് ഗ്രൂപ്പ് പ്രോട്ടീൻസ് are a family of proteins first discovered in fruit flies that can carry out epigenetic silencing of genes during its embryonic development. ഇപ്പോൾ ഡ്രോസോഫില ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴേക്കിന് ഈ പർട്ടിക്കുലർ പോളികോംബ് ഗ്രൂപ്പ് പ്രോട്ടീൻസ് സിന്തസൈസ്ഡ് ആകുന്നു. ഈ സിന്തസൈസ്ഡ് ആകുന്ന പ്രോട്ടീൻസ് ചില ജീൻസിനെ എന്ത് ചെയ്യുന്നു? സൈലൻസ് ചെയ്യുന്നു, അതിൻ്റെ എക്സ്പ്രഷനെ ബ്ലോക്ക് ചെയ്യുന്നു. അപ്പം എംബ്രിയോണിക് ഡെവലപ്മെൻറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടീനാണ് PCG പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. അതെന്താണ് ചെയ്യുന്നത്? ചില ജീൻസിൻ്റെ എക്സ്പ്രഷനെ സൈലൻസ് ചെയ്യും എന്നുള്ളതാണ്. ദ പോളികോംബ് പ്രോട്ടീൻസ് ആർ എൻകോഡഡ് ബൈ ദ പോളികോംബ് ജീൻ. അപ്പോൾ പോളികോംബ് പ്രോട്ടീൻസിനെ PCG പ്രോട്ടീൻസിനെ കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക് ജീൻ ഉണ്ട്. ദാറ്റ് ജീൻ ഈസ് കോൾഡ് പോളികോംബ് ജീൻ. ദിസ് ജീൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് സെക്സ് കോംബ്സ് ഓൺ ദ ലെഗ്സ് ഓഫ് മെയിൽ ഡ്രോസോഫില. അതായത് ഇതിനെ എന്താണ് കോംബ് ജീൻ എന്നൊക്കെ വിളിക്കാനുള്ള കാരണം ഇത് ആക്ച്വലി ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് സെക്സ് കോംബിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. മെയിൽ ഡ്രോസോഫിലയിൽ ഫീമെയിലുമായിട്ട് ഇൻ്റർകോഴ്സിൽ ഏർപ്പെടുമ്പോൾ ഫീമെയിലിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ 4 ലെഗ്സിൽ ഒരു കോംലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. ആ കോംലൈക്ക് സ്ട്രക്ചറിനെയാണ് നമ്മൾ സെക്സ് കോംബ് എന്ന് വിളിക്കുന്നത്. അതൊരു സെക്ഷൽ ഡയമോർഫിസമാണ്, മെയിൽസിൽ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ഈ സെക്സ് കോംബ് ആക്ച്വലി ഉണ്ടാക്കുന്നത് ആരാണ്? പോളികോംബ് ജീനാണ്. പോളികോംബ് ജീൻ ഉണ്ടാക്കുന്ന പ്രോട്ടീനാണ് പോളികോംബ് പ്രോട്ടീൻ. അപ്പോൾ അതിന് സെക്സ് കോംബിനെ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ചില ജീൻസിനെ എപ്പിജനറ്റിക് മെക്കാനിസംസ് വഴി സൈലൻസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പം നമ്മളിവിടെ PCG പോളികോംബ് ജീനിനെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പോളികോംബ് ജീന് ട്രാൻസ്ലേഷന് വിധേയമായിട്ട് എന്തുണ്ടാവും? പോളികോംബ് പ്രോട്ടീൻ ഉണ്ടാവും. അപ്പോൾ പോളികോംബ് പ്രോട്ടീനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർമേഷൻ ഓഫ് സെക്സ് കോംബ് ഇൻ മെയിൽ ഡ്രോസോഫില. അപ്പോൾ ഡ്രോസോഫിലയിലെ 4 ലെഗിൽ ഇതുപോലൊരു സ്ട്രക്ചർ, ഒരു കോംലൈക്ക് സ്ട്രക്ചർ ഫീമെയിലിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റർകോഴ്സിൻ്റെ സമയത്ത്, അപ്പോൾ അങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാൻ ഈ പോളികോംബ് പ്രോട്ടീൻ കാരണമാകും. ഓക്കെ, അപ്പം PCG ജീൻ എക്സ്പ്രസ് ചെയ്യുമ്പോൾ പോളികോംബ് പ്രോട്ടീൻസ് ഉണ്ടാവും. ആ പോളികോംബ് പ്രോട്ടീൻസ് സെക്സ് കോംബിൻ്റെ ഫോർമേഷന് കാരണമാകും. ഓക്കെ, ഇനി എപ്പിജനറ്റിക് മെക്കാനിസം വഴി ഈ പോളികോംബ് പ്രോട്ടീൻസിന് എന്ത് ചെയ്യാൻ പറ്റും? ചില ജീൻസിനെ സൈലൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം PCG ജീനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പോളികോംബ് ഗ്രൂപ്പ് പ്രോട്ടീൻ ജീനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്.
ആ ജീനെ എക്സ്പ്രസ് ചെയ്ത് എന്ത് ചെയ്യുന്നു, പോളികോംബ് പ്രോട്ടീൻസ് ഉണ്ടാകുന്നു. ഈ പോളികോംബ് പ്രോട്ടീന് ഈ ക്രോമസോമിനകത്ത് തന്നെയുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ലൊക്കേഷനിൽ പോയി ബൈൻഡ് ചെയ്യുന്നു. പോളികോംബ് റെസ്പോൺസ് എലമെൻറ്റ്സ് എന്നാണ് ആ പർട്ടിക്കുലർ റീജിയന് പറയുന്നത്. ഓക്കെ, ഇറ്റ് അസോസിയേറ്റ്സ് വിത്ത് എ സ്പെസിഫിക് റീജിയൻ ഓൺ ദ ക്രോമസോം കോൾഡ് പോളികോംബ് റെസ്പോൺസ് എലമെൻറ്റ്സ്. ഒരു DNA സീക്വൻസ് തന്നെയാണ്. ആ സീക്വൻസിനകത്തേക്ക് ഇത് പോയി എന്ത് ചെയ്യുന്നു, അസോസിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ അസോസിയേഷൻ ഈ പോളികോംബ് റെസ്പോൺസ് എലമെൻറ്റ്സിൻ്റെ തൊട്ടടുത്തുള്ള ജീനിൻ്റെ സൈലൻസിങ്ങിന് കാരണമാകും. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ പോളികോംബ് റെസ്പോൺസ് എലമെൻറ്റ്സിൻ്റെ PREസിൻ്റെ തൊട്ട് സൈഡിലായിട്ട് അഡ്ജസൻ്റ് ആയിട്ട് ഒരു ജീനിനെ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ ജീനിന് ജീൻ എക്സ് എന്നും പറഞ്ഞ് നമ്മൾ പേരും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ജീൻ എക്സിന് ഒരു സ്പെസിഫിക് ഫംഗ്ഷൻ ഒക്കെ ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു ഡെവലപ്മെൻറ്റൽ സ്റ്റേജിലായിരിക്കും ആവശ്യമുള്ളത്. അപ്പോൾ അതിനെ സൈലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പോളികോംബ് പ്രോട്ടീൻ എന്ത് ചെയ്യുന്നു, പോളികോംബ് റെസ്പോൺസ് എലമെൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ അസോസിയേഷനാണ് ജീൻ എക്സിനെ എന്ത് ചെയ്യുന്നത്, സൈലൻസ് ചെയ്യുന്നത്. അപ്പോൾ പോളികോംബ് പ്രോട്ടീൻസ് പോളികോംബ് റെസ്പോൺസ് എലമെൻറ്റ്സുമായിട്ട് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ജീൻ എക്സിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ബ്ലോക്ക്ഡ് ആവും. അതിനകത്ത് ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും ഒന്നും നടക്കില്ല. ജീൻ എക്സ്പ്രഷന് കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഈ പോളികോംബ് പ്രോട്ടീൻസ് എപ്പിജനറ്റിക് മെക്കാനിസം വഴി ജീൻ സൈലൻസിങ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് PC ജീൻസ് എന്ത് ചെയ്യും, പോളികോംബ് പ്രോട്ടീൻസിനെ ഉണ്ടാക്കും. ഈ പോളികോംബ് പ്രോട്ടീൻസ് പോളികോംബ് റെസ്പോൺസ് എലമെൻറ്റ്സ് എന്ന് പറയുന്ന DNA സീക്വൻസുമായിട്ട് ബൈൻഡ് ചെയ്യും, അല്ലെങ്കിൽ അവയുമായിട്ട് അസോസിയേറ്റ് ചെയ്യും. ആ അസോസിയേഷൻ ഈ പോളികോംബ് റെസ്പോൺസ് എലമെൻറ്റ്സിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ജീനിനെ സൈലൻസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അതിൻ്റെ സൈലൻസിങ്ങിന് കാരണമാകും. അപ്പോൾ ഇവിടെ ജീൻ എക്സ് എന്ന് പറയുന്ന ജീനാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സൈലൻസിങ്ങിന് കാരണമായത് എന്താണ്, ഈ പോളികോംബ് പ്രോട്ടീനും പോളികോംബ് റെസ്പോൺസ് എലമെൻറ്റ്സും തമ്മിലുള്ള ഇൻട്രാക്ഷനാണ്. ഓക്കെ, അപ്പോൾ അതൊരു എപ്പിജനറ്റിക് മെക്കാനിസമാണ്. ഇവിടെ ജീന് ഓഫായിപ്പോയി, മ്യൂട്ടേഷൻ എന്തെങ്കിലും സംഭവിച്ചോ ജീൻ എക്സിന്? ഇല്ല, അതിൻ്റെ പ്രോഡക്ട്സ് ഉണ്ടായില്ല. അതിനുള്ള കാരണം എപ്പിജനറ്റിക് ആയിട്ടുള്ള മെക്കാനിസമാണ്, അല്ലാതെ ജീൻ എക്സിൻ്റെ വേറെ രീതിയിലുള്ള വേരിയേഷൻ അല്ല. ഓക്കെ, ഇനി അടുത്തത് ഡ്രോസോഫിലയിൽ തന്നെയുള്ള ഒരു കൺസെപ്റ്റാണ്, ഒരു എപ്പിജനിക് മെക്കാനിസമാണ് പൊസിഷൻ എഫക്റ്റ് വേരിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ക്രോമാറ്റിൻ രണ്ട് രീതിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ക്രോമസോമിന് രണ്ട് തരത്തിലുള്ള പോർഷൻസ് ഉണ്ട്, യൂക്രോമാറ്റിനും ഹെട്രോക്രോമാറ്റിനും. ഹൈലി കണ്ടൻസ്ഡ് ആയിട്ടുള്ള റീജിയനെ എന്ത് വിളിക്കും, ഹെട്രോക്രോമാറ്റിൻ എന്ന് വിളിക്കും. ഓക്കെ, അപ്പം അവിടെ ന്യൂക്ലിയോസോംസ് വളരെ ടൈറ്റ്ലി പാക്ഡ് ആയിരിക്കും. കണ്ടില്ലേ? അപ്പോൾ ഹെട്രോക്രോമാറ്റിക് റീജിയൻ. ദെൻ വളരെ ലൂസ്ലി പാക്ഡ് ആയിട്ടുള്ള കുറച്ചുകൂടെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള റീജിയൻസ് ആണ് യൂക്രോമാറ്റിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ യൂക്രോമാറ്റിൻ്റെ സ്റ്റെയിനിങ് പ്രോപ്പർട്ടീസ് എങ്ങനെയായിരിക്കും, അത് ലൈറ്റ് കളേർഡ് ആയിട്ട് മാത്രമേ സ്റ്റെയിൻ ചെയ്യപ്പെടത്തുള്ളൂ. പക്ഷേ ഹെട്രോക്രോമാറ്റിൻ ആ ഹെവി കണ്ടൻസേഷൻ ഉള്ളത് കൊണ്ട് അവ കൂടുതൽ സ്റ്റെയിനെ എടുക്കും. അതുപോലെ തന്നെ നമ്മൾ വേറെ കാര്യങ്ങൾ ഈ ഹെട്രോക്രോമാറ്റിനും യൂക്രോമാറ്റിനുമായിട്ട് പറഞ്ഞിട്ടുണ്ട്. യൂക്രോമാറ്റിലാണ് കൂടുതൽ ജീൻസ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ജീൻ റിച്ച് ആയിട്ടുള്ള റീജിയൻസ് ആണ് യൂക്രോമാറ്റിൻ. ഹെട്രോക്രോമാറ്റിൻ എന്ന് പറയുന്നത് ജീൻ പുവർ റീജിയൻസ് ആണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂക്രോമാറ്റിനിലുള്ള ജീൻസിനെ ഈ ജീൻ എക്സ്പ്രഷൻ ക്യാരി ഔട്ട് ചെയ്യുന്ന പ്രോട്ടീൻസിനെ വളരെ ഈസി ആയിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അവ കൂടുതൽ എക്സ്പോസ്ഡ് ആണ്. അപ്പോൾ ഈ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ്, അതുപോലെ തന്നെ RNA പോളിമറൈസ് പോലെയുള്ള പ്രോട്ടീൻ കോംപ്ലക്സസ്, ട്രാൻസ്ക്രിപ്ഷനെ ഇനീഷ്യേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എല്ലാം വളരെ ഈസി ആയിട്ട് യൂക്രോമാറ്റിക് റീജിയനിലുള്ള ജീൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് യൂക്രോമാറ്റിക് റീജിയനിൽ കൂടുതൽ ജീൻസ് വരുന്നത്. പക്ഷേ ഹെട്രോക്രോമാറ്റിക് റീജിയൻ അങ്ങനെയല്ല, ഹൈലി കണ്ടൻസ്ഡ് ആണ്. അപ്പോൾ അവിടെ ജീൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജീൻസ് വളരെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ആർക്ക് പറ്റില്ല, ട്രാൻസ്ക്രിപ്ഷൻ മെഷീനറിക്ക് പറ്റില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എക്സ്പ്രഷൻ എപ്പോഴും ആവശ്യമില്ലാത്ത തരത്തിലുള്ള ജീൻസ് മാത്രമേ ഉള്ളൂ ഹെട്രോക്രോമാറ്റിൻ റീജിയനിൽ വരത്തുള്ളൂ. ഇനി ഹെട്രോക്രോമാറ്റിക് റീജിയനിലുള്ള
ജീൻസ് എക്സ്പ്രസ്ഡ് ആകണമെങ്കിൽ ക്രൊമാറ്റിന് എന്ത് സംഭവിക്കണം? റീമോഡലിങ് സംഭവിക്കണം. ഓക്കെ, അപ്പം ഒരു എന്താണ് വളരെ ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു ജീന്, യൂക്രോമാറ്റിക് റീജിയനിലുള്ളൊരു ജീന്, അത് യൂക്രോമാറ്റിക് റീജിയനിൽ നിന്ന് ഹെട്രോക്രോമാറ്റിക് റീജിയനിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിൻ്റെ എക്സ്പ്രഷനിൽ വ്യത്യാസം ഉണ്ടാകും. ആ ജീനിൻ്റെ ഓവറോൾ സീക്വൻസിന് വ്യത്യാസമൊന്നും ഉണ്ടാക്കുന്നില്ല, ജസ്റ്റ് അതിനെ യൂക്രോമാറ്റിക് റീജിയനിൽ നിന്ന് ഹെട്രോക്രോമാറ്റിക് റീജിയനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. When euchromatic genes are artificially transposed to a heterochromatic environment, they tend to function abnormally and in some cases not to function at all. അപ്പം ഈ ട്രാൻസ്ലൊക്കേഷൻ ഫ്രം യൂക്രോമാറ്റിക് റീജിയൻ ടു ഹെട്രോക്രോമാറ്റിക് റീജിയൻ ആ പർട്ടിക്കുലർ ജീനിൻ്റെ ഫങ്ഷനാലിറ്റിയെ ഇമ്പയർ ചെയ്യും. This impaired ability to function can create a mixture of normal and mutant characteristics in the same individual, a condition referred to as position effect variation. അപ്പോൾ ഈ പൊസിഷൻ ഷിഫ്റ്റ് കൊണ്ട് ഓർഗാനിസത്തിനകത്ത് നോർമലും മ്യൂട്ടൻറ്റും ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഒരു മിക്സ്ചർ ഉണ്ടാവും എന്നുള്ളതാണ്. ആ കണ്ടീഷന് പറയുന്ന പേരാണ് പൊസിഷൻ എഫക്റ്റ് വേരിയേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു മൊസൈക്കിസം പോലെയുള്ള ഒരു കണ്ടീഷൻ. മൊസൈക്കിസം സാധാരണ രീതിയിൽ ഉണ്ടാകുന്നത് മൈറ്റോട്ടിക് റീകോമ്പിനേഷൻ കൊണ്ടാണ്. ഇവിടെ അങ്ങനെയുള്ള പ്രോസസ്സുകളൊന്നുമില്ല, ജസ്റ്റ് പൊസിഷൻ ഷിഫ്റ്റ് ആണ് ഫ്രം യൂക്രോമാറ്റിക് റീജിയൻ ടു ഹെട്രോക്രോമാറ്റിക് റീജിയൻ. അപ്പോൾ ചില സെൽസിൽ ഈ ട്രാൻസ്ലൊക്കേഷൻ ഇല്ല, ചില സെൽസിൽ ഈ ട്രാൻസ്ലൊക്കേഷൻ ഉണ്ട്. ട്രാൻസ്ലൊക്കേഷൻ ഉള്ള സെൽസിൽ മ്യൂട്ടൻ്റ് ആയിട്ടുള്ള ഫീനോടൈപ്പും ഇല്ലാത്ത സെൽസിൽ എന്താണ് നോർമൽ ഫീനോടൈപ്പും വരും. അപ്പോൾ ഓവറോൾ ഫീനോട്ടിപ്പിക് എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു സംവാട്ട് എന്താണ് മിക്സ്ഡ് ആയിട്ടുള്ള ഫീനോട്ടിപ്പിക് എഫക്റ്റ് ആയിരിക്കും, നോർമൽ മ്യൂട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വേരിഗേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? പൊസിഷൻ എഫക്റ്റ് വേരിഗേഷൻ. വേരിഗേഷൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? മിക്സ്ചർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പം ഇവിടെ പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യുന്നത് കൊണ്ട് എന്തുണ്ടാകുന്നു? വേരിഗേഷൻ ഉണ്ടാകുന്നു. ഓക്കെ, അപ്പം ഡ്രോസോഫിലയിൽ നോർമലായിട്ട് ഇതിൻ്റെ ഐ കളറിനെ കൺട്രോൾ ചെയ്യുന്ന ജീനിനെ വൈറ്റ് ജീൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പേര് കൊടുക്കാം. ആ വൈറ്റ് ജീനിൻ്റെ ലൊക്കേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഐ കളറിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻസിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് എക്സ് ക്രോമസോമാണ്. എക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ളൊരു ട്രെയ്റ്റ് ആണ് ഇതിൻ്റെ ഐ കളർ. അപ്പോൾ വൈറ്റ് ജീനിന് ഒരു വൈൽഡ് ടൈപ്പ് ഉണ്ട്. ആ വൈൽഡ് ടൈപ്പിനെ നമ്മൾ W+ എന്നും പറഞ്ഞ് കൊടുത്തിരിക്കുന്നു. ആ അല്ലിയിൽ W+ ആണ്. അപ്പോൾ W+ അല്ലിയിൽ ഡിറ്റർമൈൻ ചെയ്യുന്ന ഐ കളർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബ്രിക്ക് റെഡ് ഐ കളർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സ് ക്രോമസോമിനകത്ത് W+ എവിടെയാണ് ഒക്കർ ചെയ്യുന്നത് എന്നുള്ളത് ഈ ഡയഗ്രത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ എക്സ് ക്രോമസോമാണ് ഈ കാണിച്ചിരിക്കുന്നത്. എക്സ് ക്രോമസോമിനകത്ത് W+ൻ്റെ പൊസിഷൻ എവിടെയാണ്? യൂക്രോമാറ്റിക് റീജിയനിലാണ്. യൂക്രോമാറ്റിക് റീജിയനിൽ അത് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് വളരെ ഈസി ആയിട്ട് അത് ട്രാൻസ്ക്രൈബ് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിൽ നിന്ന് പ്രോഡക്ട്സ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ബ്രിക്ക് റെഡ് ഐ ആണ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ എന്താണ് W+ എന്ന് പറയുന്ന വൈൽഡ് ടൈപ്പ് അല്ലിയിൽ ആ പൊസിഷനിൽ നിന്ന് യൂക്രോമാറ്റിക് റീജിയനിൽ നിന്ന് എക്സ് ക്രോമസോമിൻ്റെ തന്നെ ഹെട്രോക്രോമാറ്റിക് റീജിയനിലേക്ക് ഷിഫ്റ്റഡ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ബ്രിക്ക് റെഡ് ഐ ഉണ്ടാകത്തില്ല. അതായത് ആ W+ൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് അവിടെ കംപ്ലീറ്റ്ലി ഇല്ലാതെ ആയി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ റീജിയൻ ഹെവിലി കണ്ടൻസ്ഡ് ആണ്, ഹെട്രോക്രോമാറ്റിക് റീജിയൻ. അപ്പോൾ അവിടെ അതിൻ്റെ എക്സ്പ്രഷൻ നടക്കത്തില്ല. പക്ഷേ ചില സെല്ലുകളിൽ ഇത് യൂക്രോമാറ്റിക് റീജിയനിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യും. ചില സെല്ലുകളിൽ എന്ത് സംഭവിച്ചു? അത് യൂക്രോമാറ്റിക് റീജിയനിൽ നിന്ന് എങ്ങോട്ട് പോയി? ഹെട്രോക്രോമാറ്റിക് റീജിയനിലേക്ക് പോയി. അപ്പോൾ റിസൾട്ടിങ് ഐ എന്ന് പറയുന്നത് മോട്ടിൽഡ് ഐ എന്ന് പറയും. മോട്ടിൽഡ് ഐ എന്ന് പറയുന്നത് റെഡ് ഐ വിത്ത് വൈറ്റ് പാച്ചസ് എന്നുള്ളതാണ്. അതായത് ഇതേപോലെയുള്ളൊരു അറേഞ്ച്മെൻറ്റ്, ചുവന്ന കളറുള്ള ഐക്കകത്ത് വെളുത്ത പാണ്ടുകൾ പോലെ വരും. ഓക്കെ, അപ്പം അതിനുള്ള കാരണം ചില സെൽസിൽ ഈ എക്സ് ക്രോമസോമിൽ യൂക്രോമാറ്റിക് റീജിയനിൽ തന്നെ W+ എക്സിസ്റ്റ് ചെയ്യും. അപ്പം ബ്രിക്ക് റെഡ് പിഗ്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമെന്നതാണ്. ഇനി ചില സെൽസിൽ എന്ത് സംഭവിക്കും? അതിൻ്റെ എക്സ് ക്രോമസോമിൽ ഈ W+
എങ്ങോട്ട് പോകും? യൂക്രോമാറ്റിക് റീജിയനിൽ നിന്ന് ഹെട്രോക്രോമാറ്റിക് റീജിയനിലേക്ക് ട്രാൻസ്ലൊക്കേറ്റഡ് ആവും. അവിടെ അത് നോൺ ഫങ്ഷണലായിട്ട് മാറും. ഓക്കെ, അപ്പം അവിടെ റെഡ് പിഗ്മെൻറ്റ് ഉണ്ടാകത്തില്ല. റിസൾട്ടിങ് ആയിട്ടുള്ള ഫിനോടൈപ്പ് എന്ന് പറയുന്നത് വൈറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇവിടെ നോർമലായിട്ടുള്ള സെൽസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന റെഡ് കളറും ദെൻ ഈ ഹെട്രോക്രോമാറ്റിക് റീജിയനിലേക്കുള്ള ട്രാൻസ്ലൊക്കേഷൻ്റെ ഫലമായിട്ടുണ്ടായ വൈറ്റ് കളർ കൂടെ ചേർന്നിട്ട് ഒരു മോട്ടിൽഡ് ഐ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് പോകും, ഒരു ഫിനോടൈപ്പിലേക്ക് പോകും. റെഡ് ഐ വിത്ത് വൈറ്റ് പാച്ചസ്. അപ്പോൾ ഇതും എന്താണ്? ഒരു എപ്പി ജനറ്റിക് മെക്കാനിസമാണ്, ജീൻ എക്സ്പ്രഷനെ കൺട്രോൾ ചെയ്യുന്നത്. അതായത് ഇവിടെ ജീനിന് ആക്ച്വലി മ്യൂട്ടേഷൻ ഒന്നും സംഭവിച്ചില്ല. ഈ മോട്ടിൽഡ് ഐ ഉണ്ടാകണമെങ്കിൽ മ്യൂട്ടേഷൻ ഒന്നും സംഭവിക്കേണ്ട കാര്യമില്ല. എന്ത് സംഭവിച്ചാൽ മതി? ആ ജീനിൻ്റെ പൊസിഷൻ ഷിഫ്റ്റ് ചെയ്താൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് പൊസിഷൻ എഫക്റ്റ് വേരിയേഷൻ, ഒരു എപ്പിജനറ്റിക് മെക്കാനിസത്തിന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പം സക്കാറോമൈസിസ് സെർവീസിയയിലുള്ള എപ്പിജനിക് മെക്കാനിസംസ്, മീറ്റിംഗ് ടൈപ്പ് സ്വിച്ചിങ്, ദെൻ ഡ്രോസോഫിലയിലുള്ള PCG പ്രോട്ടീൻ്റെ കോൺട്രിബ്യൂഷൻ, അതുപോലെ തന്നെ പൊസിഷൻ എഫക്റ്റ് വേരിയേഷൻ. ഇതൊക്കെയാണ് മോഡൽ സിസ്റ്റംസ് ഓഫ് എപ്പിജനിക് റിസർച്ചിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.